ചേട്ടാ എന്തെങ്കിലും കിട്ടിയോ? കൊറേ സമയമല്ലേ, ഇങ്ങനെ ഇരുന്നാ മതിയോ? സ്വന്തമായിട്ട് മീൻ പുറത്ത് തുടങ്ങുന്ന ആഗ്രഹമുണ്ട്, പൈസ ഉണ്ടായിരുന്നു. ബിസിനസ് തുടങ്ങാൻ സർക്കാർ പദ്ധതികൾ ഒത്തിരി ഉണ്ടല്ലോ. ഈ ഫിഷ് റിലേറ്റഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 6000 കോടിയുടെ പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6000 കോടി? ഇതറിയില്ല? ഇല്ല. നിങ്ങൾ ഒരു ഫിഷ് റിലേറ്റഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള പണമില്ലാതെ വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് 6000 കോടിയുടെ പദ്ധതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? വരൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ തോട്ടിലും കടൽക്കരയിലും മീൻ പിടിച്ചിരുന്നാൽ മതിയോ? നിങ്ങൾ സ്വന്തമായി ഫിഷ് റിലേറ്റഡ് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? എന്നാൽ സർക്കാർ പദ്ധതിയായ 6000 കോടി രൂപയാണ് ഇത്തരത്തിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ നൽകുന്നത്. നിങ്ങളും ആ ഒരു പദ്ധതിയിലൂടെ നിങ്ങളുടെ പണം നേടി സ്വന്തമായി ബിസിനസ് ആരംഭിച്ച് സക്സസ്ഫുൾ ആയി ജീവിക്കാൻ ശ്രമിക്കൂ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലേ? ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത് മാത്രമല്ല, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് വായിക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ നിരവധി ടോപ്പിക്സിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഇതും ആ തരത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ഇത്തരത്തിലൊരു കമന്റ് കണ്ടിരുന്നു, മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ കഴിയുമോ, അവർക്ക് എന്തെങ്കിലും ലോൺ ലഭിക്കുമോ എന്നൊരു കമന്റ് കണ്ടിരുന്നു. അതിനെ തുടർന്നാണ് ഞാൻ ഇത്തരത്തിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ഇങ്ങനെ ഒരു 6000 കോടിയുടെ പദ്ധതിയാണ് ഈ ഒരു മത്സ്യമേഖലയെ വളർത്തുവാനായി കേന്ദ്ര സർക്കാർ 6000 കോടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ ഭാഗത്തിൽ നിന്ന് ലോൺ, സബ്സിഡി, അതുപോലെ തന്നെ ഡിജിറ്റൽ ആക്സസ്, ഇതെല്ലാം ഒരു പാക്കേജിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഫിഷറീസ് മേഖലയിൽ 6000 കോടി രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ 6000 കോടിയിൽ നിന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ഫണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. ഫെബ്രുവരി 2024 ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധ് സഖ് യോജന അല്ലെങ്കിൽ PMMKSSY. ഈ പദ്ധതിയിലൂടെയാണ് നമുക്ക് 6000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയിലൂടെ കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത്, അതായത് കൂടുതൽ വളർച്ച നേടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മേഖലയാണ് ഫിഷ് ഫാമേഴ്സ്, വെൻഡേഴ്സ്, അതുപോലെ തന്നെ MSME. ഇത്തരം മേഖലയിൽ ഈ ഒരു ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഈ ഒരു മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ നമുക്ക് ഓഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഇൻകത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസിനെ കൂടുതൽ വിപുലമാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു ഫിഷ് ഫാമിംഗ് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഫിഷ് റിലേറ്റഡ് ആയ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. നമുക്ക് ആദ്യം തന്നെ എന്താണ് PMMKSSY എന്ന് നോക്കാം. PM മത്സ്യ കിസാൻ സമൃദ്ധ് സഖ് യോജന എന്നത് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന എന്ന സ്കീമിന്റെ അണ്ടറിൽ വരുന്നതാണ്. 2024 ഫെബ്രുവരി 8 യൂണിയൻ ക്യാബിനറ്റ് ഈ ഒരു പദ്ധതി അപ്രൂവ് ചെയ്തത്. 2023-24 ടു 2026-27 ഈ ഒരു കാലയളവിലാണ് 6000 കോടി രൂപയുടെ ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2025 ആയിട്ടുള്ളൂ. നമുക്ക് ഇപ്പോഴും സമയമുണ്ട് ഈ ഒരു പദ്ധതിക്ക് അപേക്ഷിക്കാനായി. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. അസംഘടിത മത്സ്യത്തൊഴിൽ മേഖല സംഘടിതമാക്കുക. അതുമാത്രമല്ല, ധനസഹായം, ടെക്നോളജി, ഇൻഷുറൻസ് എന്നിവയെല്ലാം നൽകുക. ഉൽപാദനം മുതൽ വിൽപ്പന വരെയുള്ള എല്ലാ പ്രക്രിയകളും സുഗമമാക്കുക. ഈ ഒരു പദ്ധതിയിലൂടെ വളരെ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്ന ഒരു മേഖലയാണ് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്, അതായത് മുഴുവൻ ചിലവുകളും കേന്ദ്ര സർക്കാർ വഹിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഈ ഒരു പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വയം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, ഡിജിറ്റൽ ഫിഷർ ID മത്സ്യത്തൊഴിലാളികൾക്ക് നേടാൻ സാധിക്കും. സബ്സിഡി, പരിശീലനം, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഇതിലൂടെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്ന മറ്റൊരു കാര്യമാണ് 6.4 ലക്ഷം മൈക്രോ സംരംഭകർക്ക് ലോൺ സൗകര്യം ഒരുക്കുന്നു. കോഓപ്പറേറ്റീവുകൾക്കും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കും ഔദ്യോഗികമായി ലോൺ നേടാൻ സാധിക്കും. ഇവിടെ വളരെ പ്രധാനമായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, വളരെ കുറച്ചോ അല്ലെങ്കിൽ കൊളാട്രൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ലോൺ നേടാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ തുടക്കത്തിൽ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് കടന്നു വന്നത്. അത്തരത്തിൽ ഒരു സാധാരണ ഫിഷർമാൻ അല്ലെങ്കിൽ സാധാരണമായി മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് കൊളാട്രൽ നൽകാനുള്ള ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലളിതമായ ഒരു സാധനമോ അല്ലെങ്കിൽ കൊളാട്രൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപേക്ഷിച്ച് നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇൻഷുറൻസ് സബ്സിഡി എന്താണെന്ന് നോക്കാം. ഇൻഷുറൻസ് സബ്സിഡിയിലൂടെ 40% വരെ പ്രീമിയം നേടാൻ സാധിക്കും. ഇൻഷുറൻസ് ആൻഡ് സബ്സിഡി എന്ന കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം, ഫിഷ് ഫാമിംഗ് അല്ലെങ്കിൽ നമുക്ക് ഒരു മത്സ്യ കൃഷി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഒരിക്കലും
100% സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്കൊരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒന്നുകിൽ വെള്ളത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ പ്രശ്നമോ കാരണം ഈ ഒരു കൃഷി നശിച്ചു പോകാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമുക്ക് ഈ ഒരു ഫിഷ് ഫാമിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് 100% സക്സസ്ഫുൾ ആയി നമുക്ക് പൈസ തിരിച്ചടയ്ക്കുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പിന്തുണയുണ്ടായിരിക്കും. 40% വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയവും നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ഫിഷ് ഫാമിങ്ങിൽ നാശനഷ്ടം ഉണ്ടായാലും 1 ഹെക്ടറിന് ഏകദേശം 25,000 രൂപ വരെ നിങ്ങൾക്ക് ധനസഹായം നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ബേസ്ഡ് ഗ്രാന്റ് എന്താണെന്ന് നോക്കാം. MSME മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫിഷറീസ് സെക്ടറിലെ ആളുകൾക്ക് ലഭിക്കുന്ന ഗ്രാന്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. വേൾഡ് ക്ലാസ് രീതിയിലുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ആക്കി മാറ്റാനും സാധിക്കും. പുതുതായി ആരംഭിക്കുന്നവർക്ക് മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഫിഷറീസ് അല്ലെങ്കിൽ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും അത് കൂടുതൽ വിപുലമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ഫണ്ട് ലഭിക്കും. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്കീം വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും ചെറുകിട രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ഒരു പദ്ധതിയിലൂടെ ധനസഹായം നേടാൻ സാധിക്കും. ആർക്കൊക്കെയാണ് നേടാൻ കഴിയുന്നതെന്ന് നോക്കാം. വ്യക്തിഗത മത്സ്യ കർഷകർ, അക്വാകൾച്ചർ സംരംഭകർ, മത്സ്യ കോപ്പറേറ്റീവ് SHGകൾ, ഫിഷറീസ് MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ, മത്സ്യവ്യാപാരികൾ, പാക്കേജർമാർ, ഫിഷ് വെൻഡേഴ്സ്, മാർക്കറ്റേഴ്സ് ആൻഡ് പ്രോസസേഴ്സ്. ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയിലൂടെ സഹായം നേടാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ്, ഇപ്പോൾ നിങ്ങൾ ഒരു ഫിഷ് ഫാമിംഗ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മീൻ പിടിച്ച് അത് ഉണക്കി പാക്കേജ് ചെയ്താൽ ഒരു ഫിഷിംഗ് ബിസിനസ് ചെയ്യാനുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ള ആളായി മാറുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പദ്ധതിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, രജിസ്റ്റർ ഓൺ ദ നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ പ്ലാറ്റ്ഫോം ഉടനെ തന്നെ മിനിസ്ട്രി ഓഫ് ഫിഷറീസിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നതാണ്. മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ മത്സ്യ കർഷകർ, MSMEs, അതുപോലെ തന്നെ SHGs എന്നിവർക്ക് സെൽഫായി ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഫിഷർ ID ലഭിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അക്സസ് ബെനിഫിറ്റ്സ് ത്രൂ ദ പോർട്ടൽ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇൻഷുറൻസ് സബ്സിഡിക്കായിട്ട് അപ്ലൈ ചെയ്യുക എന്നതാണ്. അതിനുശേഷം അവർ നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെനിഫിറ്റ്സ് ഡയറക്ട്ലി ലഭിക്കുന്നു. ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ID ലഭിക്കും. ആ ഒരു ഡിജിറ്റൽ ID ഉപയോഗിച്ച് ബാങ്കുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ലോണിന് അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൽ അപേക്ഷിക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്താണെന്ന് നോക്കാം. ആധാർ, പാൻ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഫിഷറീസ് ലൈസൻസ് ഓർ SHG ഓർ കോപ്പറേറ്റീവ് രജിസ്ട്രേഷൻ, പ്രോജക്ട് പ്രപ്പോസൽ ഫോർ ലോൺ ഗ്രാന്റ് റിക്വസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോണിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതിയിലൂടെ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്ന കുറെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഡിജിറ്റൽ സ്കിൽ വളർത്തുക. ഈ ഒരു പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്താനായി നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഡിജിറ്റൽ സ്കിൽ വളർത്തുക. ഈ ഒരു പ്ലാറ്റ്ഫോം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ആവശ്യമായ ഒരു ഡിജിറ്റൽ നോളജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് മാത്രമല്ല, വളരെ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് എടുക്കുക. നിങ്ങളൊരു ബിസിനസ് ആരംഭിച്ച് അതിന് എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചാലും ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഒരു ഇൻഷുറൻസ് ആദ്യം തന്നെ എടുക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസിന്റെ വളർച്ച പ്ലാൻ ചെയ്യുക. ബാങ്ക് റെക്കോർഡുകൾ ശരിയായി നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലോൺ നേടാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ്, 6,000 കോടി രൂപയുടെ പദ്ധതിയാണ്. നിങ്ങൾ ഇത് വളരെ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഭാവിയിൽ ഒരു വലിയ ബിസിനസ് അല്ലെങ്കിൽ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ബിസിനസിന്റെ ഓണറായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കേണ്ട കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള മത്സ്യ വകുപ്പുമായി ബന്ധപ്പെടുക. ഈ ഒരു പദ്ധതിക്ക് ആവശ്യമായ എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കുക. SHG അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് രൂപീകരിക്കുക. NFDP ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ തുടക്കത്തിനായി കാത്തിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ പദ്ധതിയുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഈ ഒരു ഫണ്ട്, ഈ ഒരു ധനസഹായം നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്കും സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളാണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും ചെയ്യാവുന്നതാണ്. ബോസ്വാല, ബി ദ ബോസ്.